രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റായ മെസ്സേജ്. ആർക്കും പണം അയച്ചിട്ടില്ല, ഒന്നും പർച്ചേസ് ചെയ്തിട്ടുമില്ല. എന്നാലും പണം എവിടെ പോയി? വില്ലൻ ഫോണിൽ തന്നെയുണ്ട്. നമ്മുടെ മൊബൈൽ റീചാർജുകൾ, OTT പ്ലാറ്റ്ഫോമുകളായ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, സ്പോട്ടിഫൈ എന്നിവയുടെ സബ്സ്ക്രിപ്ഷനുകൾ, ഇൻഷുറൻസ് പ്രീമിയം, ഇലക്ട്രിസിറ്റി ബില്ലുകൾ എന്നിവ ഓരോ മാസവും നമ്മൾ ഓർമ്മിച്ചടയ്ക്കേണ്ടി വരാതിരിക്കാൻ ഗൂഗിൾ പേ നൽകുന്ന സംവിധാനമാണ് ഓട്ടോ പേ. ഒരിക്കൽ നമ്മൾ അനുവാദം നൽകിയാൽ നിശ്ചിത തീയതിയിൽ ബാങ്കിൽ നിന്നും പണം താനേ ഈടാക്കപ്പെടും. ഉപകാരമാണെങ്കിലും ചിലപ്പോഴൊക്കെ ഇതുകൊണ്ട് പണി കിട്ടാം. പലപ്പോഴും ആപ്പുകളിലെ ഫ്രീ ട്രയലുകൾ എടുക്കുമ്പോഴോ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോ പേ സെറ്റായിട്ടുണ്ടാകും. 15,000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് പിന്നീട് നമ്മുടെ പെർമിഷൻ ചോദിക്കാതെ തന്നെ പണം ഡെബിറ്റ് ആകുമെന്നതാണ് ഇതിലെ ശ്രദ്ധിക്കേണ്ട കാര്യം. വേണ്ടതാകുമ്പോൾ എല്ലാവരും ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയുള്ളൂ. എന്നാൽ ഗൂഗിൾ പേയിലെ സബ്സ്ക്രിപ്ഷൻ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യില്ല. ഫലമോ ഉപയോഗിക്കാത്ത അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പിനും നിങ്ങളുടെ പണം നഷ്ടമായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ അനാവശ്യമായി ഓട്ടോ പേ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കാൻ ഗൂഗിൾ പേ ആപ്പ് തുറക്കുക. മുകളിൽ വലതുവശത്തുള്ള നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഓട്ടോ പേ എന്ന ഓപ്ഷൻ കാണാം. നിലവിൽ ആക്റ്റീവായ എല്ലാ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റുകളും ഇവിടെ കാണാം. ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻ തിരഞ്ഞെടുത്ത് ക്യാൻസൽ ഓട്ടോ പേ നൽകുക. നിങ്ങളുടെ UPI പിൻ അടിച്ചു നൽകിയാൽ ഇത് നിർത്തലാക്കാം. ഒരേ സമയം പല ആപ്പുകൾക്കും നിങ്ങൾ പെർമിഷൻ നൽകിയിട്ടുണ്ടാകാം. ഇടയ്ക്കിടെ ഈ ലിസ്റ്റ് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇൻഷുറൻസ് പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ അനാവശ്യ ആപ്പുകൾക്ക് ഓട്ടോ പേ നൽകരുത്. പണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ഗൂഗിൾ പേ ഹെൽപ്പ് സെൻ്ററിലോ ബാങ്കിനെയോ വിവരം അറിയിക്കുക.